സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പോൾ 2011 സൗത്ത് സുഡാനും നോർത്ത് സുഡാനും എന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങളുണ്ടായത്. 2011. അപ്പോൾ സൗത്ത് സുഡാൻ ക്രിസ്ത്യൻ രാജ്യമായിട്ടും നോർത്ത് സുഡാൻ മുസ്ലിം രാജ്യമായിട്ടും. അപ്പോൾ അങ്ങനെ അതിന് മുമ്പ്, അതായത് 2011 വരെ ചില ആഭ്യന്തര കലഹങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം മുസ്ലിം ഭൂരിപക്ഷമായ നോർത്ത് സുഡാനിലാണ് തലസ്ഥാനമുള്ളത്. ഖർത്തൂമാണ് സുഡാൻ്റെ തലസ്ഥാനം. അപ്പോൾ സിവിൽ വാർ ഉണ്ടായി. പിന്നെ ബാക്കിയുള്ള യൂറോപ്യൻ അമേരിക്കൻ രാഷ്ട്രങ്ങൾ, ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളൊക്കെ ഇടപെട്ടിട്ടാണ് സൗത്ത് സുഡാൻ ക്രിസ്ത്യാനികൾക്കും നോർത്ത് സുഡാൻ മുസ്ലിങ്ങൾക്കുമായിട്ട് രണ്ട് രാജ്യമുണ്ടായത്. ഭൂരിപക്ഷം നോർത്തിൽ മുസ്ലിംസും സൗത്തിൽ പിന്നെ ഭൂരിപക്ഷം ക്രിസ്ത്യാനികളും. എന്ന് വിചാരിച്ചാൽ അവിടെ പ്രശ്നങ്ങൾ വർഗീയമായിട്ടുള്ളതൊന്നുമില്ല. അവിടെ ഇപ്പം നടക്കുന്നതെന്ന് പറഞ്ഞാൽ നോർത്ത് സുഡാനിലാണ് മുസ്ലിങ്ങൾ തമ്മിലുള്ളതാണ് പ്രശ്നം. അതായത് പട്ടാള ഗവൺമെൻറ്, അവിടുത്തെ ഗവൺമെൻറ്റിനെതിരാണ്, അല്ലാതെ പിന്നെ ജാതിയും മതവും ചേർന്നുള്ളതല്ല. ഗവൺമെൻറ്റിനെതിരെ, പട്ടാള ഗവൺമെൻറ്. ഇപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന മുസ്ലിം രാജ്യമല്ലേ, അവിടുത്തെ ഗവൺമെൻറ്റിനെതിരെ നടക്കുന്നില്ലേ. നേപ്പാൾ എന്ന് പറയുന്നത് ഹിന്ദു രാജ്യമല്ലേ, പിന്നെ അവിടെ പിന്നെ ഭരണാധികാരികളെ ഓടിച്ചു വിട്ടില്ലേ. അപ്പോൾ അതുപോലെയുള്ളൂ. അപ്പോൾ അതിലല്ല കാര്യമൊന്നുമില്ല, അത് വംശീയ ഹത്യയൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഈ വംശീയ ഹത്യ ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് ഈ സുഡാനെ വലിച്ചിഴക്കേണ്ട കാര്യമില്ല. സുഡാന് ആ കാര്യത്തിൽ വലിച്ചിഴക്കുക. അപ്പോൾ സുഡാനെയും ഇസ്രയേലിനെയും തമ്മിൽ താരതമ്യം ചെയ്യേണ്ടത് നിങ്ങൾ. അപ്പോൾ താരതമ്യം ചെയ്യുന്ന പറയുന്ന മനുഷ്യർ, അത് വേറെ പ്രശ്നങ്ങളാണ്. ഇപ്പം ലോകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ജൂതന്മാരാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരന്മാർ. കാരണം നിങ്ങൾക്കറിയാം, ഹിറ്റ്ലർ ആരായിരുന്നു? ക്രിസ്ത്യാനിയായിരുന്നു. ഹിറ്റ്ലർ ആണ് ഏറ്റവും കൂടുതൽ ജൂതന്മാരെ കൊന്നടക്കിയത്. അപ്പോൾ പിന്നെ രണ്ടാമത്തെ കാര്യം, ക്രിസ്ത്യാനികളുടെ ദൈവമെന്നും ദൈവപുത്രനും എന്ന് പറയുന്ന യേശുക്രിസ്തുവിനെ ആരാണ് കുരിശിൽ തറച്ചത് എന്നവർ വിശ്വസിക്കുന്നത്? യഹൂദന്മാരാണ്. അപ്പോൾ ആ യഹൂദന്മാരെ ഇന്ന് ക്രിസ്ത്യാനികൾ സ്വന്തം ദൈവത്തെ അല്ലെങ്കിൽ ദൈവപുത്രനെ കുരിശിൽ തറച്ചവരെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ പറഞ്ഞാൽ എന്തോ ഒരു വിഡ്ഢിത്തരമാണ്. ലോകത്ത് കേൾക്കാൻ കൊള്ളാവുന്ന കാര്യമാണ്. അപ്പോൾ അല്ല. അപ്പോൾ യഹൂദന്മാർ ലോകത്ത് വെറുക്കപ്പെട്ട വർഗമാണ്. കാരണം അവരെന്ത് തെണ്ടിത്തരം അവർ കാണിക്കും, എന്തും. അപ്പോൾ ഇന്ന് ലോകത്ത് പിന്നെ സമാധാനമില്ലായ്മ എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് ഒന്ന് പാശ്ചാത്യ ലോകവും ഒന്ന് ഈ യഹൂദന്മാരും ചെയ്യുന്ന പ്രവൃത്തികളാണ്. യഹൂദന്മാർ ലോകത്തിന്റെ ഏത് ഭാഗത്തും നഴഞ്ഞു കയറും. അവിടെ അക്രമം ഉണ്ടാക്കുക, അവിടെ വിഭാഗീയത ഉണ്ടാക്കുക, വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുക, അത് അവരുടെ രക്തത്തിൽ കലർന്നുപോയി. അപ്പോൾ അവർക്ക് പ്രത്യേകമായ ചില അജണ്ടകളുണ്ട്. ആർക്ക് വേണ്ടി അവർ വർക്ക് ചെയ്യും. അപ്പോൾ അതാണ് യഹൂദന്മാരെന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു വർഗമാണ്. അത് മനസ്സിലാക്കാൻ പിന്നെ ഉള്ള കഴിവെന്ന് പറയുന്നത്, മനുഷ്യന് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവർ വിഡ്ഢികളായ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് പല സ്വപ്നങ്ങളും കാണും. അതാണ് ഈ ചാനലിൽ വന്നിരുന്ന് ഓരോരുത്തർ ചർച്ച ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണമെന്നാണ് പിന്നെ എനിക്ക് ഈ വിഡ്ഢികളോട് പറയാം. പൊട്ടന്മാർ ഒരു ചാനലിൽ വന്നിരുന്ന് ചർച്ച ചെയ്യാണ് സുഡാൻ വിഷയം. ക്രൈം ഓൺലൈൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്നാലും ഒരുത്തൻ പിന്നെ ഒരു വയസ്സായ ആളും ഒരു ചെറുപ്പക്കാരനുമാണ് സുഡാൻ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. അവർ പറയുന്നത്, ചോദിക്കുന്ന ഇതാണ്: ഫലസ്തീൻ വിഷയം, ഇസ്രയേലുമായിട്ടുള്ള യഹൂദന്മാരും അറബികളും തമ്മിലുള്ള വിഷയം ഇവിടെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നു. പക്ഷെ സുഡാനിലെ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നില്ല. എന്തുകൊണ്ടാണ്? ഒരു പള്ളിയിൽ ബോംബിട്ടു, 76 പേര് മരിച്ചു. ഏത് പള്ളിയിലാണ്? ക്രിസ്ത്യൻ പള്ളിയിലാണോ മുസ്ലിം പള്ളിയിലാണോ? അത് തന്നെ അവർക്ക് ഈ രണ്ട് പൊട്ടന്മാർക്കും അറിഞ്ഞുകൂടാ. ആര് ബോംബിട്ടു, എവിടെ ബോംബിട്ടു, ആരാണ് മരിച്ചതെന്ന് അറിഞ്ഞുകൂടാ. ഇല്ലാത്ത വിഷയം ചർച്ച ചെയ്യണം അവിടെ. അപ്പൊ സുഡാൻ എന്ന് പറയുന്ന രാജ്യത്തെപ്പറ്റി യാതൊരു ബോധവും വിവരമില്ലാത്ത രണ്ട് പൊട്ടന്മാരാണ്. അപ്പൊ ചാനൽ ഉണ്ടെങ്കിൽ എന്ത് തെമ്മാടിത്തരവും എന്ത് ചെറ്റത്തരവും വന്നിരുന്ന് വിളമ്പാമെന്നാണ് അവന്മാർ കണക്കാക്കി വെച്ചിരിക്കുന്നത്. അവരുദ്ദേശിക്കുന്ന വേറൊന്നുമല്ല, മുസ്ലിമിനെ അടിക്കുക, ഇസ്ലാമിനെ പിന്നെ എതിരെ പ്രചാരണം നടത്തുക. അപ്പൊ അവർക്ക് സുഡാനെ പറ്റി യാതൊരു വിവരമില്ലാത്തവന്മാരാണെന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഈ ചർച്ച. അവർ ആദ്യം മനസ്സിലാക്കാനുള്ളത്, സുഡാൻ എന്ന് പറയുന്നത് നേരത്തെ ഒരു രാജ്യമായിരുന്നു. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉള്ള രാജ്യം. മെജോറിറ്റി മുസ്ലിംസും മൈനോറിറ്റി ക്രിസ്ത്യൻസും. ഈ സുഡാൻ എന്ന് പറയുന്ന പരമാധികാരത്തെ രാഷ്ട്രത്തെ രണ്ട് രാജ്യങ്ങളാക്കി. ഒന്ന് ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള രാജ്യമായിട്ട് ക്രിസ്ത്യൻ രാജ്യം, ഒന്ന് മുസ്ലിം രാജ്യം. അങ്ങനെ സൗത്ത് സുഡാനും നോർത്ത് സുഡാനും. അപ്പൊ രണ്ട് രാജ്യമായി. അത് മനസ്സിലാക്കാതെയാണ് ഈ പൊട്ടന്മാര് പറയുന്നത് അവിടെ പിന്നെ മെജോറിറ്റി മുസ്ലിംസ് ന്യൂനപക്ഷ ക്രിസ്ത്യാനികളെ കൊല്ലുന്നു. അപ്പോൾ ബുദ്ധിയും വിവരമില്ലാത്ത, അതില് ലീലാവതി ടീച്ചറെയും കൊണ്ടുവരുന്നുണ്ട്. ലീലാവതി
ടീച്ചർ പിന്നെ ഗസയ്ക്ക് വേണ്ടി കുട്ടികളുടെ ഇത് കണ്ടിട്ട് അവർ കരഞ്ഞു, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ ആഹാരം ഇറങ്ങും ചോദിച്ചു. അതിനെ വിമർശിക്കാനാണ്. അതായത് ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല, മുസ്ലിമിനെ എങ്ങനെ ആക്ഷേപിക്കാനൊക്കൂ, മുസ്ലിമിനെ എങ്ങനെ ഭീകരനാക്കാനൊക്കൂ എന്നതാണ് അവിടുത്തെ വിഷയം. പിന്നെ പിന്നെ വയസ്സായ ആള് പറയുന്നുണ്ട്, അയാളെ പേരന്വേഷിക്കേണ്ട കാര്യമില്ല, ചെറുപ്പക്കാരൻ ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുണ്ട്, മറ്റേ കണ്ണാടി എന്നെ പോലെ ഒരു കണ്ണാടിയും വെച്ചിട്ടുണ്ട്. അയാൾ പറയുന്നത് ഞാൻ 1 മാർക്ക് കൂടുതൽ ഇസ്രായേലിന് കൊടുക്കും. അപ്പൊ എന്ത് ജാതി മതമെന്നൊന്നും അറിയാൻ ഒക്കില്ല. ഓരോ ചാനലിൽ വന്നിരുന്ന് ഓരോരുത്തർ ചർച്ച ചെയ്യുന്നത് പറയുമ്പോ അവര് നീട്ടിപ്പരത്തി പറയും ഞാൻ മതേതരവാദിയാണ്, മറ്റേതാണ്, മറിച്ചാണ്. ഉള്ളില് വിഷമാണ്. വിഷമെന്ന് പറയുന്നത് എന്താണ് നമ്മൾ അറിയാമല്ല. ഇവിടെ ഓരോ ചാനലിലും ഇവിടെ ആവശ്യം പോലെ കേരളത്തില് ചാനലുകളുണ്ട്. കൂടുതലും അവർക്ക് ഫണ്ട് എവിടെ നിന്നാണ് വരുന്നതെന്ന് നമുക്ക് അറിഞ്ഞൂടാ. എന്തായാലും ശരി, ഫണ്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് സത്യമാണ്. പിന്നെ എടുത്തു നോക്കിയ വ്യൂവേഴ്സ് ഒക്കെ ഒരുപാട് കൂടുതൽ, സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ, ഇതൊക്കെ ഒരു അജണ്ടയാണ്. അപ്പോൾ ഈ ഇങ്ങനെ കൃസംഗികളായ കുറെ ചാനലുകൾ ഉണ്ടാവുമ്പോൾ ഇതില് പിന്നെ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും എന്ന് പറയുന്ന ഒരൊറ്റ വിഭാഗമാണ്. അവരുടെ ജോലി എന്ന് പറയുന്ന സബ്സ്ക്രൈബർ ആവുക, വ്യൂവേഴ്സിനെ ഉണ്ടാക്കുക, അതാണ്. അപ്പോൾ ഇതിലെല്ലാം നല്ല റീച്ചാണ് കിട്ടുന്നത് അവർക്കൊക്കെ. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ കുറെ പാവം ചാനലുകളാണ് ഇവിടെയുണ്ട്. അപ്പോൾ അവർക്ക് ഇങ്ങനെ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും കിട്ടാറില്ല. കാര്യം എൻ്റെ അനുഭവം കൊണ്ട് തന്നെ ഞാൻ പറയാണ്, സത്യം പറയുന്നവർക്ക് സത്യത്തിന്റെ മുഖം വികൃതമാണ് എന്നാണ്. അപ്പോ സത്യം പറയുന്നവന്റെ സത്യം പറഞ്ഞ അത് കുറച്ച് ആളുകൾക്ക് വിഷമം ഉണ്ടാക്കും. സത്യം പറയില്ല, കള്ളേ പറയുള്ളൂ. മനസ്സിലൊന്നും പുറമേ വേറൊന്നും പ്രകടിപ്പിക്കുന്നവരാണ് കൂടുതൽ. ചാനലിൽ ചർച്ചയ്ക്ക് വരുന്നവരും അത് തന്നെ. എന്തായാലും ഫലസ്തീനിലുള്ള വിഷയം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കാവുന്നത് വംശീയ ഹത്യയാണ് അവിടെ നടക്കുന്നത്. യഹൂദന്മാര്, മുസ്ലിങ്ങൾ മാത്രമല്ല, ക്രിസ്ത്യാനികളുടെ അവിടെ ഉണ്ട്. പിന്നെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ എവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും അനീതി അക്രമത്തിനെതിരെ അവർ പോരാടും. അവർക്ക് ഈ ലോകത്ത് ആരെയും ഭയമില്ലാത്തവരാണ്. ദൈവം തമ്പുരാനെ മാത്രമേ, സൃഷ്ടാവിനെ മാത്രമേ ഭയമുള്ളൂ. മരണത്തിന് ഭയക്കുന്നവരല്ല മുസ്ലിങ്ങൾ. അത് മനസ്സിലാക്കാം. മുസ്ലിങ്ങളെ പറ്റി ആദ്യം പഠിക്കണം. ഈ പൊട്ടന്മാർക്ക് മുസ്ലിം സുഹൃത്തുക്കളുണ്ടായി. മുസ്ലിം എന്ന് പറഞ്ഞാൽ പേര് കൊണ്ടല്ല, അവൻ ഹൃദയം കൊണ്ട് ദൈവഭയമുള്ള ഇസ്ലാമായിട്ടുള്ള മുസ്ലിമായിട്ടുള്ള വ്യക്തികളുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദം ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ പറ്റി മനസ്സിലാക്കും. അപ്പോഴേ നിങ്ങൾക്ക് അറിയാനൊക്കെയുള്ളൂ അവർ ഏത് തരക്കാരാണ്, അവർ അക്രമകാരികളാണ്, അതെ കൂട്ടക്കൊലയ്ക്ക് കൂട്ടുനിൽക്കുന്നവരാണ്, പിന്നെ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണം. അല്ലെങ്കിൽ മതവിദ്വേഷം പ്രചരിപ്പിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അവരുമായിട്ട് അടുക്കുമ്പോഴേ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ഈ പിന്നെ ഇസ്രയേൽ എന്ന് പറഞ്ഞ വംശഹത്യ, അവിടെയുള്ള മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികൾ ന്യൂനപക്ഷമാണ്, വളരെ കുറവാണ്. അവരെ കൂട്ടാക്കൊല ചെയ്യാൻ എന്തിനാണ് കൂട്ടക്കൊല ചെയ്യുന്നത്? അവരുടെ രാജ്യത്തിന് വേണ്ടി പോരാടുകയാണ്. ഇപ്പൊ ഈ പൊട്ടന്മാർ ആദ്യം മനസ്സിലാക്കണം, വിഡ്ഢികളും ആദ്യം മനസ്സിലാക്കണം, ഇന്ത്യയില് കച്ചവടത്തിന് വന്നിട്ടുണ്ട് അറബികൾ ആരാണ്? മുസ്ലിംസ്. അവർ വന്ന് കച്ചവടമാണ് ചെയ്തത്. അവരിവിടെ ഈ രാജ്യത്ത് ആക്രമിക്കാനോ രാജ്യം പിടിച്ചെടുക്കാനോ വന്നവരല്ല. അതേസമയം ഇംഗ്ലീഷുകാർ വന്ന്, പോർച്ചുഗീസുകാർ വന്ന്, ഫ്രഞ്ചുകാർ വന്ന്, ഡച്ചുകാർ വന്ന്, അവരെന്താണ് ചെയ്തത്? അവർ കച്ചവടം മാത്രമല്ല, അവരെല്ലാം ചെയ്ത് അവർ രാജ്യം തന്നെ പിടിച്ചെടുത്തു. അപ്പൊ അതിനു വേണ്ടി, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി ത്യാഗം ചെയ്ത എത്രയോ സ്വാതന്ത്ര്യ സമര പോരാളികളുണ്ട്, എത്രയോ രക്തസാക്ഷികളുണ്ട്. അവരെ നിങ്ങൾ എന്താണ് സ്മരിക്കാത്തത്? സുഡാനിൽ പോകുന്നത് എന്തിന്? എന്തുകൊണ്ട്? മണിപ്പൂരില് 2 യുവതികളെ പൂർണ്ണ നഗ്നരാക്കി ഒരു കൂട്ടം ജനങ്ങൾ കൊണ്ട് നടത്തിക്കൊണ്ട് പോവാണ്. ബലാത്സംഗം ചെയ്യുന്നു പരസ്യമായിട്ട്, എന്നിട്ട് ചുട്ടുകൊല്ലുന്നു. കാരണം സാക്ഷി ഉണ്ടാവരുത്, സാക്ഷി പറയരുത് ഒരിക്കലും. അപ്പൊ അങ്ങനെ ഇന്ത്യയിൽ തന്നെ നടക്കുന്നു, കേരളത്തിൽ നടക്കുന്നു, എന്തെല്ലാം തരത്തില്. പിന്നെ നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ, ഇവർ രണ്ടുപേരും ഭരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? 2 ഗുജറാത്തികൾക്ക് വേണ്ടിയാണ്. അദാനി, അംബാനി ഭരിക്കുന്നത് 2 ഗുജറാത്തികൾ, മോഡി, ഷാ. അപ്പോ 2 പിന്നെ ഗുജറാത്തികൾ 2 ഗുജറാത്തികൾക്ക് വേണ്ടി ഭരിക്കുന്നു. അവർ കോടികൾ, ലക്ഷക്കണക്കിന് കോടികൾ ഉണ്ടാക്കുന്നു. ലക്ഷക്കണക്കിന് കോടി രൂപ ഈ വലിയ വ്യവസായികളുടെ ഗവൺമെന്റ് എഴുതിത്തുള്ളുന്നു. മോഡിക്ക് പിതൃസ്വത്തായി കിട്ടിയതാണല്ലോ ഇതെല്ലാം, ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത്. അവർ എഴുതിത്തുള്ളുന്നു. അതേസമയം ഒരു സാധാരണക്കാരൻ, അവൻ ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, യഹൂദനാവട്ടെ, സിഖുകാരനാവട്ടെ, നിങ്ങൾ 25,000 50,000 രൂപ പോയി ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് വീട് ജപ്തി ചെയ്യും, മറ്റത് ജപ്തി ചെയ്യും, വണ്ടി ഒരു മോട്ടോർ സൈക്കിളോ ഉണ്ടെങ്കിൽ അതും ജപ്തി ചെയ്ത് കൊണ്ടുപോകും. അപ്പൊ അതാണ് ഇവിടെ നടക്കുന്നത്. അതിനെപ്പറ്റി എന്താണ് ചർച്ച ചെയ്യാത്തത്?
ഇപ്പൊ എല്ലാം ചർച്ച ചെയ്യണം. ചാനലുകൾ എന്ന് പറയുന്നത് ഫണ്ടുകൾ പല ഭാഗത്തു നിന്നും ഫണ്ട് സ്വീകരിച്ചു കൊണ്ട് നടത്തുന്നതാണ്. അതാണ് അവരുടെ താല്പര്യങ്ങൾ, അവരുടെ അജണ്ടകൾ അവർ പ്രചരിപ്പിക്കുകയാണ്. പ്രചരിപ്പിച്ച് നാട്ടില് പിന്നെ എന്താണ് പറയുന്നത്, മനുഷ്യ ഹൃദയങ്ങളിൽ ഇല്ലാത്ത അഴുക്കുകൾ ഉണ്ടാക്കി വിടുകയാണ് അവര്. അപ്പോൾ വെറുപ്പും വിദ്വേഷവുമാണ് പിന്നെ ഇവിടെ പ്രചരിപ്പിക്കുന്നത് മൊത്തം. എന്തായാലും നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയാണ്, സുഡാനിൽ നടക്കുന്നത് വംശീയ ഹത്യ അല്ല. ഒന്ന്, അതായത് മുസ്ലിം ഭൂരിപക്ഷം എന്നുള്ളതല്ല, 95% മുസ്ലിംസ് ഉള്ളതാണ് സുഡാൻ. മുസ്ലിങ്ങൾ ഭരിക്കുന്ന രാജ്യം. മറ്റേത് ക്രിസ്ത്യാനികൾ ഭരിക്കുന്ന വടക്കും തെക്കും 2 സുഡാനാണ്, സൗത്ത് സുഡാൻ, നോർത്ത് സുഡാൻ. അപ്പോൾ ഈ സുഡാനിൽ നടക്കുന്നത് അവിടെയുള്ള പട്ടാള ഗവൺമെന്റിനെതിരായ പ്രശ്നം. അപ്പോൾ പട്ടാള ഗവൺമെന്റ് വേണ്ട, ജനാധിപത്യ ഗവൺമെന്റ് വരണം എന്നാഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ജനാധിപത്യം വരാനുണ്ട്. അപ്പോൾ പല സ്ഥലത്തു നിന്നും ഫണ്ടുകൾ അവിടെയുള്ള സായുധ സംഘങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അവരെല്ലാം ഒരു ജാതിക്കാർ തന്നെയാണ്, മുസ്ലിംസ് തന്നെയാണ്. മുസ്ലിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയും പിടിക്കുകയും കൊല്ലുകയും. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ആരാണ്? ലോകത്ത് അസമാധാനം ഉണ്ടാക്കുന്നതും പിന്നെ വിപ്ലവം ഉണ്ടാക്കുന്നതും അക്രമം ഉണ്ടാക്കുന്നതും ഒക്കെ യഹൂദന്മാരും ബാക്കി പാശ്ചാത്യ ലോകമാണ്. അവർ ഫണ്ട് കൊടുക്കും, പുറത്തുനിന്ന് അവർ ഫണ്ട് കൊടുക്കും. അവർ തമ്മിൽ അടിച്ചോട്ടെ, അടിച്ചു ചരിക്കട്ടെ. അപ്പോൾ അവിടെ കൊല്ലുന്നതും പിന്നെ മരിക്കുന്നതും മരണപ്പെടുന്നതും ഒക്കെ മുസ്ലിങ്ങൾ തന്നെയാണ്, അല്ല ക്രിസ്ത്യാനികളല്ല. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാനുള്ളത്. ക്രിസ്ത്യാനികളുടെ രാജ്യം പ്രത്യേകിച്ചുണ്ട് സുഡാൻ. ഓക്കെ, അത് മനസ്സിലാക്കാതെ പൊട്ടത്തരം വന്നിരുന്ന് ചാനലിൽ വന്നിരുന്ന് വിളമ്പി അവിടെ ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങൾ കൊല്ലുന്നു, മുസ്ലിങ്ങൾ പിന്നെ വളരെ തുച്ഛമായിട്ട് പിന്നെ ക്രിസ്ത്യാനി കൊല്ലുന്നൊന്നും പറയണ്ട. അവിടെ അതല്ല നടക്കുന്നത്. അവിടെ ആഭ്യന്തര കലഹമാണ്. ആഭ്യന്തര കലഹം എന്ന് പറയുന്നത് മുസ്ലിങ്ങളും തമ്മിൽ തന്നെയാണ്. അവിടെയുള്ള ജനങ്ങളുടെ അസംതൃപ്തരായ ഒരു വിഭാഗം, അതിപ്പോ പല സ്ഥലത്തൊന്നും ഉണ്ടാവാനല്ല. ഇപ്പൊ നേരത്തെ സോമാലിയയിലുണ്ടായി. അപ്പൊ അതുപോലെ തന്നെയാണ് സോമാലിയ എന്ന് പറഞ്ഞാൽ 100% മുസ്ലിംസ് ഉള്ള രാജ്യമാണ്. അപ്പൊ അവിടെ ആഭ്യന്തര കലാപമുണ്ട്. അപ്പൊ പുറത്തുള്ള രാജ്യങ്ങൾ ഫണ്ട് കൊടുക്കും. അവിടെ തമ്മിൽ അറിയാമല്ലോ, ലോകത്തെ എല്ലാ സ്ഥലത്തും എല്ലാ രാജ്യങ്ങളിലും കോടതിയുണ്ട്, പോലീസുണ്ട്, പട്ടാളമുണ്ട്. എന്തുകൊണ്ടാണ്? കുറ്റകൃത്യങ്ങൾ നടക്കുന്നതുകൊണ്ടാണ്. അപ്പൊ അവിടെ ജാതിയും മതവും ഒന്നും നമ്മൾ പറയണ്ട. അവിടെ ജാതിയും മതവും പറയണ്ട. അവിടെ നടക്കുന്നതാണ്. അപ്പൊ അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ സുഡാനികൾ ഒരുപാട് പേര്, ഞാൻ സൗദി അറേബ്യയിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. ഇവിടെ ഒരുപാട് പേര് സുഡാനികൾ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. ലോകത്തിന്റെ പല ഭാഗത്തും പിന്നെ ഗൾഫ് രാജ്യങ്ങളിലാണ് കൂടുതൽ. അവർ പോയി പണി ചെയ്ത് ജോലി ചെയ്ത് സമ്പാദിച്ച് ഉണ്ടാക്കി അവരുടെ വീടുകളിലേക്കൊക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ ഒരു വിഭാഗം, സായുധ വിഭാഗം ഇങ്ങനെ അവിടെ അക്രമവും അതും ഇതുമൊക്കെ നടത്തും. ചില പിന്നെ അവർക്ക് ഇഷ്ടപ്പെടാതെ വരുമ്പോൾ അവരതിനെതിരെ, അപ്പോൾ പുറത്തുനിന്ന് ഫണ്ട് സ്വീകരിച്ചുകൊണ്ട് അവരതിനെതിരെ പോരാടും. അതാണ് അവിടെ നടക്കുക. അല്ലാതെ അവിടെ വംശീയ ഹത്യയല്ല, ഒരു വിഭാഗം ജനങ്ങളെ കൊല്ലും. പിന്നെ അവിടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയൊന്നും അല്ല പോരാടുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഫലസ്തീനും പിന്നെ സുഡാനും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ സുഡാനിൽ നടക്കുന്നത് അവിടുത്തെ മിലിറ്ററി ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരമാണ്. അവർ തമ്മിലാണ് മുസ്ലിങ്ങളും തമ്മിലാണ്. അതേസമയം ഇസ്രയേലും ഫലസ്തീനും തമ്മിലുള്ള വിഷയം എന്ന് പറയുന്നത് ഇസ്രയേലികളുടെ അടിച്ചമർത്തലിനെതിരെ ഇസ്രായേലികൾ അക്രമമായി പിടിച്ചെടുത്ത ഫലസ്തീൻ മണ്ണിന് വേണ്ടി ഫലസ്തീനികൾ പടവരുന്നതാണ്. അവർ വിപ്ലവകാരികളാണ്. അവരെ പിന്നെ ഭീകരരാക്കുന്ന ഇന്നത്തെ മാധ്യമപ്പട എന്ന് പറയുന്നത് അതാണ് തെമ്മാടിത്തരം എന്ന് പറയുന്നത്, വിഡ്ഢിത്തരം എന്ന് പറയുന്നത് അതാണ്. അതിനെ നിങ്ങൾ അനുകൂലിക്കരുത്. അതായത് ഇരട്ടത്താപ്പ് പാടില്ല. ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇംഗ്ലീഷുകാർക്കെതിരെ സമരം നയിച്ചവര് ഇന്നിപ്പോ ഈ ഭരിക്കുന്ന ഭരണവർഗം ഉണ്ടല്ലോ, ചെരുപ്പ് നക്കികളെന്നേ ഞാൻ പറയുള്ളൂ. കാരണം സംഘപരിവാർ ശക്തികൾ, അവന്മാരൊന്നും ഒരു മനുഷ്യ ജീവൻ പോലും ബലിയർപ്പിച്ചിട്ടില്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി. അന്ന് ബലിയർപ്പിച്ചതെല്ലാം മതേതരവാദികളായ ഹിന്ദുക്കളും മുസ്ലിങ്ങളുമാണ്. നിങ്ങൾ പിന്നെ ഇന്ത്യ ഗേറ്റിൽ ഡൽഹിയിൽ പോയാൽ അറിയാം, ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതി രക്തസാക്ഷിത്വം വരിച്ച ആളുകളുടെ പേരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ പോയി നോക്കണം. ഈ പൊട്ടത്തരം വന്നിരുന്ന് ചാനലിൽ പറഞ്ഞാൽ പോരാ, അന്വേഷിക്കണം, അതിനെപ്പറ്റി പഠിക്കണം. പഠിക്കാതെ വന്നിരുന്നത് പിന്നെ വിഡ്ഢിത്തരം വിളംബരുമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഫലസ്തീനെയും സുഡാനെയും ഒരുപോലെ കാണണ്ട. ഫലസ്തീനികൾ എന്ന് പറയുന്നത് അവരുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുകയാണ്. അവരുടെ രാജ്യം തിരിച്ചു കിട്ടാൻ വേണ്ടി പോരാടുകയാണ്. ഇസ്രയേൽ എന്താണ് ഉണ്ടായത്? 47-48 കാലഘട്ടങ്ങളിലാണ് ഉണ്ടായത്. അതുവരെ ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഭൂമുഖത്തില്ല. അത് മനസ്സിലാക്കാതെ വന്നിരുന്ന വിഡ്ഢിത്തരം പറയുന്ന ഈ പിന്നെ 2 പൊട്ടന്മാര്, ഒരുത്തൻ കണ്ണു കാണാത്തവന് ആണ്, മറ്റോ പിന്നെ വേറെ വിവരമില്ലാത്തവനാണ്. അപ്പൊ നിങ്ങൾ ആദ്യം പോയി പഠിക്കണം, ചരിത്രം പഠിക്കണം. ചരിത്രം പഠിച്ചിട്ട് വന്നേ ചാനലിൽ വന്നിരുന്ന് ചർച്ച ചെയ്യാവും. കൂടുതൽ നമുക്ക് ഇനി പിന്നീട് വീഡിയോയിലേക്ക് നമുക്ക് കാണാം. ഓക്കെ, നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.